ഫസ്റ്റ് ഓഫ് ഓൾ, ജില്ലാ കളക്ടർക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അവർക്ക് 2 മക്കളുമുണ്ട്, മുതിർന്നവരാണ്, ബോധമുള്ളവരാണ്. ഇവരോട് സംസാരിക്കുക, ഈ അമ്മയോട് സംസാരിക്കുക. ഇതൊരു പ്രാഥമികമായ കാര്യമാണ്. അത് ചെയ്യാതെ അവിടെ പോലീസിനെ അയച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു ദുഷ്ടലാക്കാണ് എനിക്ക് അതിൻ്റെ ദുരൂഹതയാണ് എനിക്ക് മനസ്സിലാവാത്തത്. മരണത്തിൻ്റെ ദുരൂഹത രണ്ടാമതേ വരുന്നുള്ളൂ. പരാതി കൊടുത്ത ആളിൻ്റെ പേര് ഇതുവരെ ഒരു TV ചാനലിലോ പത്രത്തിലോ അച്ചടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അയാൾ അജ്ഞാതനായിട്ട് തുടരുന്നു. ഇതിന് പിന്നിലുള്ള ദുരൂഹതകൾ വേണം അന്വേഷിക്കാൻ. ആരാണ് ഈ മനുഷ്യർ ഇല്ലാത്ത സ്ഥലത്തൊരു ദുരൂഹത ഉണ്ടാക്കി അവിടെ ഒരു സമാധി പാടില്ല എന്ന് ഏതെങ്കിലും ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ മനോരമ ചാനലിൽ കണ്ണുകൊണ്ട് കണ്ടു. ഹിന്ദുക്കൾ നാം ഒന്നാണേ എന്ന് പറഞ്ഞിട്ട് 10-15 പേര് മുദ്രാവാക്യം വിളിക്കുന്നു. അവർ മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ അവിടെ വന്ന് സബ് കളക്ടറോ തഹസിൽദാരോ എനിക്കറിയില്ല, ഒരു ചെറുപ്പക്കാരൻ, അല്പം താടിയൊക്കെയുള്ള ചെറുപ്പക്കാരൻ, ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനോട് പറയുന്നു, സാർ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, ഇതൊരു വർഗീയ പ്രശ്നമായിട്ട് മാറും എന്ന്. ഹൂ ഈസ് ദാറ്റ് അതർ പാർട്ടി? ഒരു പാർട്ടി എനിക്ക് മനസ്സിലായി, ഹിന്ദുക്കളാണ്. മറ്റേ പാർട്ടി ആരാണ്? പറയും. ഇത് പറയാതെ ചാനലിലിട്ടും യൂട്യൂബിലിട്ടും ഇതിങ്ങനെ വാരിക്കോരി കളിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല.